ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചെടികൾ കണ്ടോ, ഇതിന് കോളിയസ് പ്ലാന്റ്സ് ആണ്. ഞങ്ങളൊക്കെ ഇതിന് പണ്ട് കളർ ചെടി, മുറുക്കാൻ തുപ്പി എന്നൊക്കെയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിന് തിരുഹൃദയം എന്നൊക്കെ പേരുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഉണ്ടായി, ഒരു വലിയ പ്ലാന്റ്, വേറൊരു കളറായിരുന്നു അത്. അപ്പോൾ അതിൽ നിറയെ പൂവൊക്കെ ഉണ്ടായിട്ട് പൂവൊക്കെ കൊഴിഞ്ഞ് ആ ചെടിയെ ഉണങ്ങിപ്പോയിട്ട്, അപ്പോൾ ആ ചെടി ഉണങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അരികൾ അവിടെ ഇവിടെയൊക്കെ ചാടി കിടന്നിട്ട് ഇങ്ങനെ പുതിയ പുതിയ തൈകൾ കിളിർത്ത് വന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി വന്ന തൈകൾ, കുറേ തൈകളുണ്ടായി. അതിൽ കുറേ തൈകൾക്ക് ആ സെയിം പ്ലാന്റിൻ്റെ തന്നെ കളറായിരുന്നു. അതിനകത്തുനിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയ കളേഴ്സ് ഞാൻ എടുത്തിട്ട് ചെടിച്ചട്ടിയിൽ നട്ടു വെച്ചതാട്ടോ. അത് കുഞ്ഞു തൈകളായിരുന്നപ്പോൾ തന്നെ ഞാനെടുത്ത് ചെടിച്ചട്ടിയിൽ വെച്ചതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് 4 വെറൈറ്റി കളറ് ഒറ്റ പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടി. ആ പ്ലാന്റിൻ്റെ തന്നെ അതേ കളറ് ചെടി, അതും തൈകൾ മുളച്ച് അതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കോളിയസ് പ്ലാന്റിൻ്റെ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനകത്ത് പൂ ഇടാൻ അനുവദിക്കണം. എന്നിട്ട് ആ പൂവ് ഇങ്ങനെ കുറേ ഇങ്ങനെ ഒരു കുല പോലത്തെ പൂക്കളാണ് അതിന്. അതിൻ്റെ അകത്തൊക്കെ അരികളായിരിക്കും. എന്നിട്ട് ഈ അരികൾ ചാടി മുളച്ച് കിട്ടുമ്പോൾ പല കളറായിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കിട്ടിയ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിനെ ചെടിച്ചട്ടിയിൽ മണ്ണ് വെച്ചിട്ട് അതിൽ നട്ടു കൊടുത്തതാണ്. ഇപ്പോൾ അത് വേറെ കളറായിട്ട് കിട്ടി. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ആ ഭാഗത്ത് അത് ഞാൻ സ്റ്റെയറിൽ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അവിടെ രാവിലെ നനയ്ക്കണത്. അപ്പോൾ അവിടെ കയറിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ നിന്നില്ല പൂവ്. ആ പൂവും അതുപോലെ തന്നെ, അതിന് കാക്കപ്പൂവ് എന്നൊക്കെ പറയൂ കേട്ടോ. ആ പൂവിനും വേറെ വേറെ കളറായിട്ടുണ്ടാവണം. ഇപ്പോൾ കിട്ടിയ കളറാണ് അത്. അതിൻ്റെ നീല, അങ്ങനെ പിങ്ക്, അങ്ങനെ പല പല കളറ്. ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ പിന്നെ പുതിയ തൈ ഉണ്ടാവണത് പുതിയ പുതിയ കളറിലായിരിക്കും കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ തന്നെ തൈ ഉണ്ടായി മുളച്ച് പൂവിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ നനച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് മുട്ടയും ബ്രെഡുമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട ചിക്കി പൊരിച്ചതിൻ്റെ കൂടെ ഒരു പിടി ക്യാബേജും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ സവാളയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് വഴറ്റിയിട്ട് ഒരു പിടി ക്യാബേജും തക്കാളിയും ഉപ്പും മുട്ടയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ടോസ്റ്ററിൽ വെച്ചിട്ട് നമ്മുടെ ബ്രെഡും കൂടി ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കി അവർ കഴിച്ചിട്ട് പോകും. ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ തീരാറായല്ലേ. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ആനുവൽ പരീക്ഷകളും ആനിവേഴ്സറികളും ടൂർ പോക്കും സെൻഡ് ഓഫും അങ്ങനെ അവരുടെ ഈ ഒരു അധ്യയന വർഷം തീരണേൻ്റെ ബഹളങ്ങളാണ്. അപ്പോൾ എന്ത് വേഗമല്ലേ ഒരു വർഷം കഴിഞ്ഞു പോയത്. ഈ അടുത്തങ്ങോട്ട് സ്കൂൾ തുറന്ന് അവർ പോയി തുടങ്ങിയ ഒരു ഓർമ്മയാണ്. ഇപ്പോൾ ഇതേ സ്കൂൾ അടയ്ക്കാറായി, നല്ല വേനലുമായി. ഇനി അവർ പുതിയ ക്ലാസ്സിലേക്ക്. അപ്പോൾ വർഷങ്ങൾ ഇങ്ങനെ ദിവസങ്ങൾ പോലെ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കും പോലെയാണ്. കലണ്ടറിൽ നമ്മളൊരു പേജ് മറിക്കും പോലെ തന്നെ ഇപ്പോൾ ഒരു വർഷം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കറി വയ്ക്കാനായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലീനാക്കി തന്നെ കിട്ടിയേക്കണ മീനാണ്, വലിയ മീനാണ്. അപ്പോൾ അതുകൊണ്ട് മീൻ ക്ലീനാക്കണ ജോലിക്ക് ഇന്ന് കുറവുണ്ട്. അപ്പോൾ ഇന്നും ബാക്കിയുള്ള ക്ലീനിങ് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഭയങ്കര ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്കൊരു എനർജറ്റിക്കായിട്ട് അങ്ങോട്ട് ജോലി കുറേ നേരം അങ്ങോട്ട് എടുക്കാൻ പറ്റണില്ല. പെട്ടെന്ന് അങ്ങോട്ട് ടയേർഡായി പോവും. അപ്പോൾ രാവിലെയൊക്കെ തന്നെയാണ് കുറച്ച് എനർജിയൊക്കെ ഉണ്ടാവുള്ളൂ. രാവിലെ ചെറിയൊരു തണുപ്പ് മഞ്ഞൊക്കെ ഉണ്ട്. അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ്. പോരാത്തതിന് ഞങ്ങളുടെ പുറകുവശത്താണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരുടെ വലിയ 2 തേക്കുമരവും ഒരു പേരമരവും ഒക്കെ ഉണ്ടായി. അവരിപ്പോൾ അവിടെ പുതുക്കി വീടൊക്കെ പണിയണ പ്രമാണിച്ച് അതിൻ്റെ എല്ലാം തേക്കിൻ്റെ എല്ലാ ചില്ലകളും വെട്ടിക്കളഞ്ഞു, 2 മരങ്ങളും വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ ആ ഒരു വശത്തേക്കൊന്നും നോക്കാൻ പോലും പറ്റണില്ല. സൂര്യൻ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അത്ര ചൂടാട്ടോ. ആ മരങ്ങളൊക്കെ പോയതോടുകൂടി ഭയങ്കര ചൂടായി. അങ്ങനെ ഉച്ചക്കത്തേക്ക് ആ മീൻ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ തലയും വാലും അങ്ങനെയുള്ള മുള്ള് ഒക്കെ ഉള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് തേങ്ങ അരച്ചൊരു ചാറും വെച്ചായിരുന്നു. പിന്നെ ഇതിപ്പോൾ വൈകുന്നേരം അപ്പോൾ ഞാൻ മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അത് കഴുകി ആവിയേറ്റി വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണെങ്കിൽ എന്തോരം കഴിയാലും മതിയാവില്ല കേട്ടോ. ഇതിനകത്ത് നമുക്കിപ്പോൾ എവിടെ നിന്നൊക്കെ വന്നതാ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കഴുകണം. ഞാൻ കഴുകി അതിനെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൃഷി ചെയ്ത് തന്നെയല്ലേ, നമ്മൾ നട്ടുണ്ടാക്കണതാണെങ്കിലല്ലേ നമുക്ക് വിശ്വസിച്ച് അങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി, നല്ല മണ്ണും ഉണ്ടായി.
അങ്ങനെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ ചെടി നനയ്ക്കാൻ ഇറങ്ങിയിട്ടോ. അപ്പോഴത്തേനും അത് വെന്തോളും. പിന്നെ തിരിച്ച് വന്നിട്ടാണ് ചായയൊക്കെ ഇട്ടത്. അപ്പോൾ ചെടികളൊക്കെ നനച്ചു, അങ്ങനെ ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയ കടലാസ് ചെടിയിൽ പൂവുണ്ടായതാട്ടോ. ഇതിന് മുമ്പ് ഞാനിതൊരു വീഡിയോയിൽ കാണിച്ചു എന്ന് തോന്നുന്നു. ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.